സമകാലിക കേരളത്തിലേക്ക് വന്നാൽ ഇവിടെ ഭൂരിപക്ഷ സമൂഹവും മറുഭാഗത്ത് മുസ്ലിങ്ങളും ക്രൈസ്തവരും ഉൾക്കൊള്ളുന്ന ന്യൂനപക്ഷ സമൂഹവും എന്ന ഒരു സമവാക്യം അവതരിപ്പിച്ചുകൊണ്ടാണ് സാമുദായിക സന്തുലിതാവസ്ഥ തെറ്റുന്നു എന്ന അപകടത്തിന്റെ പെരുമ്പറ മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ അങ്ങനെ ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമെന്ന രണ്ട് സമൂഹങ്ങളില്ല എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. മറിച്ച് കേരളത്തിലുള്ളത് വ്യത്യസ്ത ജാതി സമുദായ വിഭാഗങ്ങളാണ്. പ്രത്യേകിച്ച് സവർണ ജാതി സമൂഹങ്ങളും പിന്നോക്ക അവർണ സമൂഹങ്ങളുമായിട്ടാണ് കേരളത്തിന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അതാണ് ഇതിനെ വളരെ തെറ്റായ രീതിയിൽ ന്യൂനപക്ഷ ഭൂരിപക്ഷ സ്വഭാവത്തിൽ വിഭജിച്ചിട്ട് അതിന്റെ കണക്കുകൾ അവതരിപ്പിക്കുവാനാണ് ദൗർഭാഗ്യവശാൽ മുന്നോക്ക ജാതി സംഘടനകൾ, അതിൽ ചില പിന്നോക്ക സംഘടനകളും പങ്കുചേരുന്നു എന്നതാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമകാലികമായ കാഴ്ച എന്ന് പറയുന്നത്. മുസ്ലിങ്ങളുടെയും ക്രൈസ്തവരുടെയും അംഗസംഖ്യകൾ ഒരുമിച്ച് ചേർത്ത് അധികാരസ്ഥാനങ്ങളിൽ ഈ രണ്ട് സമുദായങ്ങൾ പങ്കുവഹിക്കുന്ന അധികാരങ്ങളെ ഒന്നിച്ച് കണക്കെടുത്ത് കണക്കാക്കിയിട്ട് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ഇത്ര നേടുന്നു, മറുഭാഗത്ത് ഭൂരിപക്ഷത്തിന് ഇത്രയേ ഉള്ളൂ എന്ന കണക്ക് അവതരിപ്പിച്ച അതൊരു കബളിപ്പിക്കലാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവിടെ നിലനിൽക്കുന്നത് ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു സമൂഹമാണ്. ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്നത് ഏകീകൃതമായ ഒരു സമൂഹമല്ല. ക്രൈസ്തവ സമൂഹത്തിലെ മുന്നോക്ക ജനവിഭാഗങ്ങൾ, ഇവിടെ വിഷയാവതാരകൻ സുഹൃത്ത് ആസിഫ് അലി കണ്ണൂര് പറയുകയുണ്ടായി. കേരളത്തിലെ മുഖ്യമന്ത്രിയും നിരവധി മന്ത്രിമാരും UDF-ന്റെയും കോൺഗ്രസിന്റെയും എല്ലാം ഉത്തരാധികാരങ്ങളിൽ നിരവധി ക്രൈസ്തവ സമുദായ അംഗങ്ങൾ അധികാരങ്ങൾ പങ്കിടുന്നുണ്ട്, സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നുണ്ട് എന്ന് അവിടെ വെച്ച് അവസാനിപ്പിക്കാതെ ആ സമൂഹങ്ങളിലെ മതസമൂഹങ്ങളിലെ ഏത് ജനവിഭാഗമാണ് ഈ ക്രൈസ്തവ സഹോദരങ്ങൾ എന്ന് ചോദിച്ചാൽ അവരിലെ മുന്നോക്ക സമൂഹങ്ങളാണ്, മുന്നോക്ക ക്രൈസ്തവരാണ് എന്ന് നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. ഇതേപോലെ ഇവിടെ ഭൂരിപക്ഷ സമൂഹം എന്ന് പറയുന്നതിൽ ആരാണ് അധികാരങ്ങൾ കൈയടക്കി വെക്കുന്നത്? അവരിലെയും മുന്നോക്ക സമൂഹങ്ങൾ മാത്രമാണ്. ചരിത്രത്തിന്റെ കുറച്ചപ്പുറത്തേക്ക് ചെന്നാൽ വംശീയമായി അവരുടെ പിതൃപരമ്പരകൾ ഒന്നിക്കുന്ന ഒരു സമൂഹം കേരളത്തിന്റെ അധികാരങ്ങൾ പങ്കിട്ടെടുക്കുവാൻ ശ്രമിക്കുന്നു. മറുഭാഗത്ത് വംശീയമായി പിന്നോക്കമാക്കപ്പെട്ട സമൂഹങ്ങൾക്ക് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു. ഈ യാഥാർത്ഥ്യത്തെ മറച്ചുവെക്കാൻ ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്ന് പറയുന്ന കേരളീയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അയഥാർത്ഥമായ മറ്റൊരു വിഭജന വിശകലന രീതി അവതരിപ്പിക്കുകയാണ് കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്രൈസ്തവ സമൂഹവും മുസ്ലിം സമൂഹവും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരേകകം, ഒരു യൂണിറ്റ് അല്ല. മതന്യൂനപക്ഷങ്ങൾക്കുള്ള മതപ്രചരണത്തിന്റെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിന്റേതുമൊക്കെയായ ചില മൈനോറിറ്റി റൈറ്റ്സിന്റെ ഭരണഘടനയിലെ ചില അവകാശങ്ങളുമായി ബന്ധപ്പെട്ട വളരെ ചുരുങ്ങിയ ചില കാര്യങ്ങളിൽ ഈ രണ്ട് സമൂഹങ്ങൾക്കിടയിൽ സമാനതകൾ ഉണ്ടാകാം. അതിനപ്പുറം കേരളത്തിലെ ക്രൈസ്തവ സഭകൾ പ്രതിനിധീകരിക്കുന്ന മുന്നോക്ക ക്രൈസ്തവ സമൂഹത്തിന് അവർക്ക് സമാനതകളും താദൃശ്യങ്ങളും താല്പര്യങ്ങളും ഉള്ളത് ജാതിശ്രേണിയിൽ മുന്നിട്ട് നിൽക്കുന്ന മുന്നോക്ക സമുദായങ്ങളുമായിട്ടാണ്. ഈ മുന്നോക്ക സമുദായങ്ങളുമായി ചേർന്നിട്ട് കേരളത്തിൽ നിരവധി സമരങ്ങൾ ഈ സമൂഹങ്ങൾ, പ്രത്യേകിച്ച് NSS ഉൾപ്പെടെയുള്ള മുന്നോക്ക ജാതി സംഘടനകൾ നടത്തിയിട്ടുണ്ട്. വിമോചന സമരം അതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇത്തരമൊരു സാമുദായിക സമവാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പിറന്നിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെ NSS-നും കത്തോലിക്കാർക്കും അല്ലെങ്കിൽ ക്രൈസ്തവ സഭകൾക്കും പരസ്പരം പങ്കുവെക്കുവാൻ ഒരുപാട് താല്പര്യങ്ങളും പൊതു ആവശ്യങ്ങളുമുണ്ട്. അത് കേരളത്തിന്റെ ചരിത്രത്തിലും വർത്തമാന സാഹചര്യത്തിലും പലവട്ടം തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇവർ തമ്മിലുള്ള ഒരുപാട് സാദൃശ്യങ്ങളും സത്യങ്ങളും ബന്ധങ്ങളും കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് NSS മുന്നോക്ക ക്രൈസ്തവ സമൂഹങ്ങളിൽ നിന്ന് ആരെങ്കിലും അധികാര സ്ഥാനങ്ങൾ
സ്ഥാപനങ്ങളിലേക്ക് വരുമ്പോൾ അതിനെക്കുറിച്ചൊരിക്കലും ഒരക്ഷരം സംസാരിക്കാറില്ല. സാമുദായിക സന്തുലിതാവസ്ഥ തകർന്നിരിക്കുന്നു എന്ന് പെരുമ്പറയടിക്കുമ്പോഴും അതിന്റെ ആ പ്രചരണം മൂർധന്യാവസ്ഥയിലെത്തി നിൽക്കുന്ന സമയത്താണ് തൊട്ടുമുമ്പ് കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത്. UDFന്റെ ബാനറിൽ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് 2 സ്ഥാനാർത്ഥികളും 2 രാജ്യസഭാ അംഗങ്ങളും മുന്നോക്ക ക്രൈസ്തവ സമുദായങ്ങളുടെ പ്രതിനിധികളായിരുന്നു. അതിനെക്കുറിച്ച് എന്നത്തൊരക്ഷരം മിണ്ടിയിട്ടില്ല എന്ന് നമ്മൾ ഓർമ്മിക്കണം. AAP സ്കൂളുകളെ കുറിച്ച്, മലബാറിലെ AAP സ്കൂളുകളെ എയ്ഡഡ് സ്ഥാപനങ്ങളാക്കിയതിനെ കുറിച്ച് വലിയ വിവാദങ്ങൾ ഉണ്ടാവുകയും ഇന്ത്യയിലെ മുസ്ലിം ലീഗിന് ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വരികയും ചെയ്തു. പക്ഷേ തെക്കൻ കേരളത്തിലെ ക്രൈസ്തവ സഭകളുടെ മാനേജ്മെന്റിന്റെ കീഴിലുള്ള സ്പെഷ്യൽ സ്കൂളുകൾക്ക് ഒരു LP സ്കൂളിലെ അധ്യാപകന് UP സ്കൂൾ അധ്യാപകരുടെ ശമ്പളം നൽകുന്ന അധ്യാപകേതര ജീവനക്കാർ ഒരുപാട് അനുവദിക്കപ്പെടുന്ന സ്പെഷ്യൽ സ്കൂളുകൾക്ക് നിർബാധമായി അപ്ഗ്രേഡേഷൻ നൽകിയ ചരിത്രം ഇതേ സമയത്ത് സമാന്തരമായിട്ട് കേരളത്തിൽ നടക്കുകയായിരുന്നു. NSS അതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. സാമുദായികമായ സന്തുലിതാവസ്ഥ തകരുന്നു എന്ന് പറയുന്നത്, അത് അല്ലെങ്കിൽ ന്യൂനപക്ഷ ഭൂരിപക്ഷ വിഭജനം എന്ന് പറയുന്നത് സമൂഹത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമൂഹത്തിന്റെയും ദളിത് സമൂഹത്തിന്റെയും ഒക്കെ മുന്നോക്കാവസ്ഥയെ തടയിടാൻ വേണ്ടി മാത്രം നടത്തുന്ന, പ്രത്യേകിച്ച് ഇസ്ലാമോഫോബിയയുടേതായ സാമ്രാജ്യത്വം പടച്ചുവിടുന്ന ഇസ്ലാമോഫോബിയയുടെ ഒരു അന്തരീക്ഷത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഒരു വ്യാജ പ്രചരണം മാത്രമാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. പക്ഷേ മുസ്ലിം സാമുദായിക രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും മറ്റ് മുസ്ലിം സമുദായത്തോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന സാമുദായിക പ്രസ്ഥാനങ്ങൾക്കും യഥാർത്ഥത്തിൽ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ, ദളിതുകളുടെയും മുസ്ലിം സമൂഹത്തിലെ തന്നെ സ്ത്രീകളുടെയും പ്രശ്നങ്ങളെ ഏറ്റെടുക്കുവാനും യഥാർത്ഥ രീതിയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും കഴിയുന്നുണ്ടോ എന്നതും നമ്മൾ ആലോചിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ISMന്റെ മഹാസമ്മേളനത്തിന് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ മുഴുവൻ ഐക്യദാർഢ്യങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഈ സെമിനാറിൽ പങ്കെടുത്തുകൊണ്ട് തന്റേതായ അഭിപ്രായങ്ങൾ പങ്കുവച്ച ബഹുമാന്യ സുഹൃത്ത് സോളിഡാരിറ്റി പ്രതിനിധി മുഹമ്മദ് വേളം അവർക്ക് സംഘാടക സമിതിയുടെ ഹൃദയംഗവുമായ നന്ദി പ്രകാശിപ്പിക്കുന്നു. തുടർന്ന് ഈ സെമിനാറിൽ പങ്കെടുത്തുകൊണ്ട് നമ്മെ അഭിമുഖീകരിക്കുന്നത് ബഹുമാന്യനായ അബ്ദുറഹ്മാൻ ലന്തത്താണി MLA ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സഹോദരങ്ങളെ, വനിതാ സമ്മേളനം കഴിയുന്നതോടുകൂടി ഏകദേശം ഒരു 6000-ഓളം സഹോദരന്മാർ നമ്മുടെ ഈ സമ്മേളന നഗരിയിലേക്ക് എത്തും. പന്തൽ ട്രാഫിക് സെക്ഷനിലെ മുഴുവൻ വോളണ്ടിയേഴ്സും അവിടെയുള്ള ആ കസേരകൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി എത്രയും പെട്ടെന്ന് ടൗൺ ഹാളിൽ എത്തേണ്ടതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സാമുദായിക ധ്രുവീകരണവും സമകാല കേരളവും എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഇന്ന് ഈ സെമിനാർ ഇവിടെ നടക്കുന്നത്. കേരളത്തിൻ്റെ സാമൂഹ്യ രംഗത്ത് മുസ്ലിം സമുദായം ആർജിച്ചെടുത്ത എല്ലാ നന്മയും ഈ പ്രദേശത്തെ, നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കളും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വിചക്ഷണന്മാരുമായിരുന്ന നല്ല ഒരു വിഭാഗത്തിൻ്റെ പിൻബലത്തോടുകൂടി രാഷ്ട്രീയമായി ശക്തി ആർജിച്ചുകൊണ്ട് നമ്മൾ നേടിയതാണ്. ഒരിക്കലും ഒരു സാമുദായികപരമായ നേട്ടം എന്നത് ഇവിടെ നമ്മൾ എന്തെങ്കിലും അഭീതമായി നേടിയിട്ടുണ്ട് എന്ന് നമുക്ക് ആർക്കും കണ്ടെത്താനാവില്ല. അങ്ങനെ ഒരു ആരോപണം ഒരു ഭാഗത്തും ഉയർന്നിട്ടുമില്ല. ചില മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന ചെറിയ ചില പുകമകളുണ്ട് എന്നതൊഴിച്ചു നിർത്തിയാൽ നമുക്ക്
നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന പിന്നോക്ക ജനവിഭാഗങ്ങളെ സാമൂഹ്യപരമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ഭരണഘടന തന്നെ നമുക്ക് ചില പിൻബലം നൽകുന്നുണ്ട്. ആ ഭരണഘടനാപരമായ പിൻബലം വളരെ കൃത്യതയോടെ വിനിയോഗിക്കുന്നതിൽ കേരളീയ സമൂഹം ശുഷ്കാന്തി കാണിക്കുന്നു എന്നത് ശരിയാണ്. എന്നാൽ ഭരണഘടനാപരമായി നമുക്ക് ലഭ്യമാകേണ്ട അവകാശങ്ങൾ പോലും പലതും കൃത്യമായി ഒരു നിരീക്ഷണത്തിന് വിധേയമാക്കിയാൽ നമുക്ക് പൂർണ്ണമായി ലഭ്യമായിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യവും നമുക്ക് കണ്ടെത്താനാകും. അതേസമയത്ത് ഈ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന സമരങ്ങളെയും പ്രക്ഷോഭങ്ങളെയും ഒക്കെ ഒരു സാമുദായികമായ കാഴ്ചപ്പാടിലൂടെ കാണുന്നു എന്നതാണ് ഏറ്റവും വലിയൊരു തെറ്റായി നാം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ കേരളത്തിന്റെ നവോത്ഥാന രംഗത്ത് നടന്ന പ്രധാനപ്പെട്ട സമരങ്ങൾ, ആ സമരങ്ങൾ നമുക്കറിയാം. നമ്മുടെ കേരളത്തിൽ നവോത്ഥാന പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈഴവ മെമ്മോറിയൽ ഉണ്ടായിട്ടുണ്ട്, നായർ മെമ്മോറിയൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഓരോ സമുദായവും അവരുടെ വളർച്ചയ്ക്കും വികാസത്തിനും വഴിയായുള്ള രാഷ്ട്രീയമായ പോരാട്ടങ്ങളും പ്രക്ഷോഭങ്ങളുമൊക്കെ കേരളത്തിന്റെ മണ്ണിൽ നടന്നിട്ടുണ്ട്. മുസ്ലിം സമുദായവും അതുപോലെ രാഷ്ട്രീയമായി സംഘടിച്ചിട്ടുണ്ട്, ഇതര രാഷ്ട്രീയ പാർട്ടികളിൽ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് സ്വന്തം സമുദായത്തിന് ഭരണഘടനാപരമായി കിട്ടേണ്ട അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതിയിട്ടുണ്ട്. അത് ഗുരുതരമായൊരു പാളിച്ചയായി നമുക്ക് കാണാൻ കഴിയില്ല. സമുദായങ്ങൾ തമ്മിൽ സംഘടിക്കുന്നത് അപകടകരമായ ഒന്നാണ് എങ്കിൽ ഈ അടുത്ത കാലത്ത് കേരളത്തിലെ ഏറ്റവും വലിയ പുരോഗമന പാർട്ടി എന്ന് സ്വയം പറയുന്ന CPM പട്ടികജാതിക്കാരെ വേറിട്ട് സംഘടിപ്പിച്ചുകൊണ്ട് ഒരു പോരാട്ടത്തിന് സജ്ജമാക്കുകയാണ്. പട്ടികജാതിക്കാരെ വേറിട്ട് സംഘടിപ്പിക്കേണ്ട ഒരവസ്ഥ CPM പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അവരവരുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു പോരാട്ടം വളരെ ഗുണപരമായി കേരളത്തിൽ പരീക്ഷിക്കപ്പെടുകയും അത് വിജയിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് CPIM-നെ അതിലേക്ക് പ്രേരിപ്പിച്ചത്. മുമ്പ് അങ്ങനെ വേറിട്ട് നിന്ന് പോരാടേണ്ടതില്ല എന്നാണ് അവരൊക്കെ ധരിച്ചിരുന്നത്. അതേസമയത്ത് നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു ദൗത്യമുണ്ട്. അതെന്താണ്? വർഗീയമായൊരു വീക്ഷണം നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരാൻ പാടില്ല. വർഗീയമായിട്ടുള്ള വീക്ഷണം ഏത് ഭാഗത്തിൽ നിന്ന് ഉയർന്നു വരുന്നുവോ അവിടെ ശക്തമായി ചെറുക്കുകയും വർഗീയതക്കെതിരെയുള്ള പോരാട്ടം നടത്താൻ നമ്മൾ ബാധ്യസ്ഥരുമാണ്. അതേസമയത്ത് പിന്നോക്ക സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരണം. സാമൂഹിക പിന്നോക്കാവസ്ഥ എന്ന് പറയുന്നത് സമ്പത്ത് കൊണ്ട് നേടാൻ കഴിയുന്ന ഒന്നല്ല. നമുക്കിടയിൽ നിന്നൊരു ധനാഢ്യനെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ചേക്കാം. നമുക്കറിയാം, ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയുള്ള വലിയ ധനാഢ്യന്മാർ ഒരു വില്ലേജ് ഓഫീസിൽ പോയി വില്ലേജ് ഓഫീസറുടെ മുമ്പിൽ കക്ഷത്ത് തന്റെ മുണ്ട് മടക്കി നിൽക്കേണ്ടി വരുന്നത് അയാൾക്ക് സമ്പത്ത് കുറഞ്ഞത് കൊണ്ടല്ല, വില്ലേജ് ഓഫീസറുടെ കയ്യിൽ അധികാരത്തിന്റെ ചെങ്കോലുള്ളതുകൊണ്ടാണ്. നിങ്ങൾ റോഡിലൂടെ പോകുമ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വീട്ടിലേക്ക് കയറി വന്നാൽ എത്ര വലിയ ധനാഢ്യനാണെങ്കിലും തൊപ്പി വെച്ചു വരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ നമ്മൾ പകച്ചു പോകുന്നത് പോലീസ് ഉദ്യോഗസ്ഥന്റെ കയ്യിലുള്ള അധികാരത്തിന്റെ ചെങ്കോലുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് സമ്പത്ത് കൊണ്ട് ഒരിക്കലും തന്നെ മാറ്റിമറിക്കാവുന്ന ഒന്നല്ല അധികാരം. അധികാരം എന്ന് പറയുന്നത് ഈ രാജ്യത്തിലെ ഓരോ പൗരനും അതിൽ പങ്കാളിത്തം ഉണ്ടാകണം. ആ പങ്കാളിത്തം ഉണ്ടാക്കി അവർ ഉയർത്തിക്കൊണ്ടുവരുമ്പോഴാണ് സാമൂഹ്യമായ പുരോഗതി ഒരു നാട് കൈവരിച്ചു എന്ന് പറയാൻ നമുക്കാവുക. ആ രീതിയിലേക്ക് അവർ ഉയർത്തിക്കൊണ്ടുവരേണ്ട പരിശ്രമങ്ങൾ കേരളത്തിലുണ്ടാകും. കേരളത്തിൽ നമുക്കറിയാം, ഇവിടെ എല്ലാ കാലഘട്ടത്തിലും കേരളത്തിലെ മുസ്ലിങ്ങൾ കാത്തു സൂക്ഷിച്ച ഒരു നന്മ, അവർ രാജ്യത്തിന്റെ നിയമങ്ങൾക്കനുസൃതമായി സമൂഹത്തിനിടയിൽ സൗഹാർദ്ദം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. നമ്മൾ ആരും വിട്ടികളല്ലല്ലോ. നമ്മൾ ഇന്ത്യ രാജ്യത്ത് മുസ്ലിം ജനസാമാന്യത്തിന് ഒറ്റയ്ക്ക് ഈ രാജ്യത്തിന്റെ അധികാരം കൈയാളാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവരൊന്നുമല്ല. ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഭൂരിപക്ഷമാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. പക്ഷെ ജനാധിപത്യ പ്രക്രിയയിൽ ഭൂരിപക്ഷങ്ങൾ കാര്യം തീരുമാനിക്കുമ്പോഴും ആ കാര്യങ്ങൾ തീരുമാനിക്കുന്നവരുടെ പട്ടികയിലേക്ക് നമ്മൾ എത്തുമ്പോഴും അതിലേക്ക് ഉയർന്നു വരുമ്പോഴും ഒക്കെ അതിന്റെ പിന്നിൽ ഈ രാജ്യത്തിലെ ഭൂരിപക്ഷ ജനവിഭാഗത്തിന്റെ പിൻബലം കൂടി നമുക്കുണ്ടാകുന്നുണ്ട്. ആ യാഥാർത്ഥ്യത്തെ നമ്മൾ കാണാതിരുന്നുകൂടാ. ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ നമ്മൾ രൂപം കൊള്ളുന്നത്.
നമ്മൾ അധികാരം പങ്കുവെക്കപ്പെടുന്നത്. ഇന്ത്യ രാജ്യത്ത് എല്ലാവിധ വർഗീയതയുടെ ഒരു ഭാഷയിലൂടെയാണ് ഇവിടുത്തെ ധ്രുവീകരണം സംഭവിക്കുന്നത് എങ്കിൽ അത് രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ഭാവി തന്നെ അപകടകരമായ അവസ്ഥയിലേക്ക് എത്തും. എന്നാൽ പിന്നോക്ക സമുദായങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ ലഭ്യമാകണം, അതിനുവേണ്ടി പോരാടണം. ആ പോരാട്ടം എന്നും എല്ലാ കാലത്തും നടത്തണമെന്നുമില്ല. മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് പറയാറുണ്ടായിരുന്നു, പിന്നോക്കത്തിന്റെ കാവടി ഏന്തി നിർത്തുന്ന ഈ കാവടി ഒന്ന് ഇറക്കി വെക്കാൻ നമുക്ക് സാധിക്കണം. പിന്നോക്കത്തിന്റെ കാവടി നമുക്ക് ഇറക്കി വെക്കാൻ സാധിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞ ഭാഷ എന്തായിരുന്നു? എല്ലാ കാലഘട്ടത്തിലും ഞങ്ങൾ പിന്നോക്കക്കാരാണ് എന്ന് പറഞ്ഞ് നിൽക്കുകയല്ല, അതിനപ്പുറം വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്നു വരണം, എല്ലാ മേഖലയും ഉയർന്നു വരണം. ആ ഉയർന്നു വരുന്ന അവകാശങ്ങൾ നേടിയെടുക്കാൻ സാധിക്കണം. പക്ഷെ ഉള്ളത്, എപ്പോഴും നമ്മൾ പഠിക്കേണ്ട ഒന്ന്, അവരുടെ കയ്യിലേക്ക് നമുക്ക് നൽകേണ്ടത് തൂലികയാണ്, അതിന് പകരം ആയുധമല്ല. നമ്മൾ മാത്രമല്ല, ഇവിടുത്തെ പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾ ഉയർന്നു വരണം, പിന്നോക്ക ജനവിഭാഗങ്ങൾ ഉയർന്നു വരണം. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം കിട്ടി ഇത്രയേറെ നാളുകളായിട്ടും ഇവിടെ പട്ടികജാതി പട്ടിക വർഗ വിഭാഗങ്ങൾക്ക് മതിയായ ആനുകൂല്യങ്ങൾ നൽകാൻ നമ്മുടെ ഭരണഘടന ഒട്ടേറെ അനുശാസിച്ചിട്ടും ഒരുപാട് നിയമനിർമ്മാണങ്ങൾ ഉണ്ടായിട്ടും ഇന്നും അവര് അർഹിക്കുന്നത് നേടിയിട്ടില്ല എന്നതുകൊണ്ടാണ് ഇക്കഴിഞ്ഞ ഇന്ത്യൻ പാർലമെന്റ് പോലും പ്രൊമോഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പുതിയ നിയമനിർമ്മാണം നടത്തേണ്ടി വരുന്നത്. അവിടെ എത്തുന്നില്ല എന്ന് അവർ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്നില്ല. കാരണം സാമൂഹ്യ പിന്നോക്കാവസ്ഥയിൽ നിന്ന് ഒരു വിഭാഗത്തെ ഉയർത്തിക്കൊണ്ടുവരണം, അത് ഉയർത്തി വരട്ടെ. നമുക്കിവിടെ ഇവിടുത്തെ ഏതെങ്കിലും ഒരു ജനവിഭാഗത്തോട് ഒരു പ്രത്യേക സമുദായം ഇവിടെ വളരരുത് എന്നോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സമുദായം ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്നോ വിശ്വസിക്കുന്നവരല്ല. പക്ഷെ എല്ലാവർക്കും അവർക്ക് അർഹതപ്പെട്ട രീതിയിൽ ലഭ്യമായിരിക്കണം. ഒരു നിയമനം നടക്കുന്ന സമയത്ത് ഒരു പിന്നോക്ക പിന്നോക്കക്കാരൻ എന്ന ആനുകൂല്യം മാത്രമല്ല ലഭ്യമാകേണ്ടത്. ആ പിന്നോക്കക്കാരൻ എന്ന ആനുകൂല്യം ലഭ്യമാകുന്നതോടൊപ്പം തന്നെ അവന് ലഭ്യമാകേണ്ടത് അവന്റെ മെറിറ്റും കൂടി കിട്ടണം. കേരളത്തിൽ അടുത്ത കാലത്തുണ്ടായ ഒരു വലിയ പ്രത്യേകത, മെറിറ്റ് നമുക്ക് നഷ്ടപ്പെടുകയാണ്. മെറിറ്റ് നഷ്ടപ്പെടുകയും പിന്നോക്കക്കാരന് ആനുകൂല്യം മാത്രം നൽകുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് അടുത്ത കാലത്ത് നമ്മുടെ ഉദ്യോഗസ്ഥ നിയമനങ്ങൾ വരെ വന്നു തുടങ്ങി. കാരണം അത് കേരളത്തിന്റെ ഒരു അപകടകരമായ അവസ്ഥയാണ്. മെറിറ്റ് മാത്രം കിട്ടുന്നു, മെറിറ്റ് കിട്ടുന്നില്ല. എല്ലാം സംവരണത്തിലേക്ക് വന്ന് മെറിറ്റിന്റെ യോഗ്യതയുള്ളവനെ വരെ സംവരണത്തിലേക്ക് കൊണ്ടുവന്ന് അവസാനം മെറിറ്റിന്റെ യോഗ്യതയിലേക്ക് ആളുകൾ എത്താത്ത അവസ്ഥ ഉണ്ടാവുക. ഇതൊന്നും നമ്മൾ മിണ്ടരുത് എന്നതല്ലല്ലോ ശരി. ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയണം. ആ തുറന്നു പറയാനുള്ള വേദികൾ ഏതാണ്? അത് ജനാധിപത്യപരമായ വേദിയാണ്. ചില ആളുകൾ ഇവിടുത്തെ സത്യത്തിൽ കേരള മുസ്ലിങ്ങളുടെ വളർച്ചയും വികാസവും അവരുടെ വിദ്യാഭ്യാസ വളർച്ചയിലുമൊക്കെ എല്ലാവരും സന്തോഷിക്കണം. കാരണം ഒരു പിന്നോക്ക ജനവിഭാഗത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നു, അവർ മറ്റുള്ളവരോടൊപ്പം പങ്കാളികളാക്കുന്നു, രാജ്യത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഉത്തമ പൗരന്മാരാക്കി അവർ മാറ്റുന്നു. അങ്ങനെ സംഭവിച്ചില്ലെങ്കിലോ? ഞങ്ങളെന്നും മതസ്ഥിതരാണ്, ഞങ്ങൾക്ക് അധികാരത്തിൽ പങ്കില്ല, ഞങ്ങൾ ഈ രാജ്യത്തെന്നും മാറ്റി നിർത്തപ്പെടുന്ന ഒരു വിഭാഗമാണ് എന്ന് ഒരു ജനവിഭാഗത്തിന് ചിന്തിക്കുന്നിടത്താണ് അവർ രാജ്യത്തിന്റെ ശത്രുക്കളായി മാറുന്നത്. ഇന്ത്യയുടെ ഇതര സംസ്ഥാനങ്ങളിലൊക്കെ നമുക്ക് കാണാമത്. കാരണം അവിടങ്ങളിലൊക്കെ എവിടെയാണോ മനുഷ്യൻ അനാവശ്യമായി പീഡിപ്പിക്കപ്പെടുന്നത്, ആ പീഡിപ്പിക്കുന്ന ജനവിഭാഗമാണ് പലപ്പോഴും ആക്രമോത്സുകരാവുകയും അതോടൊപ്പം തന്നെ അവർ മറ്റൊരു രീതിയിൽ രാജ്യത്തിനെതിരായി ചിന്തിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിലെ ഓരോ പൗരനും രാജ്യത്തെ സ്നേഹിക്കുന്നവരാണ്, രാജ്യത്തിന്റെ ഭരണഘടനയെ അംഗീകരിക്കുന്നവരാണ്, അവർ ആ നീതിയും ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. അങ്ങനെയുള്ള ഒരു ജനവിഭാഗത്തിനെതിരെ ഒറ്റപ്പെട്ട പ്രചാരണങ്ങൾ നടത്തുന്നവര് സത്യത്തിൽ മറ്റു ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്. കേരളത്തിൽ അങ്ങനെ ഒരു പ്രത്യേകമായി സാമുദായിക സന്തുലിതാവസ്ഥ തകരുന്ന ഒന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. സാമുദായിക സന്തുലിതാവസ്ഥ തകരുന്ന ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് കേരളത്തിൽ അവരുടെ ജനസംഖ്യാനുപാതികമായി ലഭ്യമാകേണ്ട പലതും ഇനിയും പൂർണ്ണമായി ലഭ്യമായിട്ടില്ല എന്നതാണ് സത്യത്തിൽ കേരളത്തിന്റെ ചിത്രം. പക്ഷെ ഒരു വസ്തുനിഷ്ഠമായ പഠനം അതിനാവശ്യമാണ്, കൃത്യതയോടുകൂടിയുള്ള ഒരു പഠനം. ആ പഠനം നടത്തുമ്പോൾ ഇത് ബോധ്യമാകും. പക്ഷേ ആ കൃത്യതയോടുകൂടിയുള്ള പഠനത്തിന് ആരും തയ്യാറാകുന്നില്ല.
കാരണം എന്താണത് കേരളത്തിൽ എന്നല്ല നമ്മുടെ രാജ്യത്തിന് പറ്റിയ ഒരു അപകടകരമായ ഒന്നുണ്ട്. അത് ലോകത്തിന് മുമ്പിൽ ഇത്തരം കാര്യങ്ങൾ ആരാണോ സമൂഹത്തിന് നൽകുന്നത്, ആ മീഡിയകൾ ഒരു വലിയ സ്വാധീനം കേരളത്തിൽ ഇത്തരം വാർത്തകൾ പൂഴ്ത്തിവെക്കുന്നിടത്ത് കാണിക്കുന്നുണ്ട് എന്നത് സത്യമാണ്. അതാരും തുറന്നു പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങൾ, ഒരു ജനാധിപത്യ രാജ്യത്തിലെ വാർത്താ മാധ്യമങ്ങൾ അതിന്റെ ജീവനാഡിയാണ്. ആ വാർത്താ മാധ്യമങ്ങൾ കണ്ണ് തുറക്കേണ്ടത് എവിടെയാണ്? ആ കണ്ണ് തുറക്കേണ്ടത് നീതി നിഷേധിക്കപ്പെടുന്നവർക്ക് നീതി നിഷേധിക്കപ്പെടുന്നു എന്ന് പറയാനാണ് അവർ കണ്ണ് തുറക്കേണ്ടത്. അങ്ങനെ കണ്ണ് തുറക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ കേരളത്തിൽ ഇനിയും ഒരുപാട് കൃത്യതയോടെയുള്ള ചിത്രങ്ങൾ കിട്ടും. ഞങ്ങളാരും ഏതൊക്കെ സ്ഥാനമാനങ്ങൾ കേരളത്തിൽ ഓരോ ജനവിഭാഗത്തിനും കിട്ടിയെന്ന് ഇന്ന് ഈ വേദിയിൽ വെച്ച് പറയുന്നില്ല. പക്ഷെ പരിശോധിക്കപ്പെടണം. നമുക്കറിയാം, അധികാര രംഗത്ത്, സിവിൽ സർവീസ് രംഗത്ത്, എല്ലാ മേഖലയിലും അതുണ്ടാകണം. അപ്പൊ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് അവർക്ക് കൊടുത്ത സംവരണത്തിന്റെ ആനുകൂല്യം മാത്രമേ പാടുള്ളൂ. അവർ മറ്റുള്ളവരോട് മത്സരിച്ച് മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ ഒന്നും നേടാൻ പാടില്ല എന്ന് കരുതുന്ന ആ ചിന്ത കേരളീയ സമൂഹത്തിന് ഗുണകരമല്ല. അതുകൊണ്ട് നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു ദൗത്യം, കേരളീയ സമൂഹം നമ്മൾ ഒരു ധ്രുവീകരണത്തിന്റെ വഴിയിലേക്ക് പോകുന്നു, സാമുദായിക ധ്രുവീകരണം സംഭവിക്കുന്നു എന്നൊക്കെ പ്രചരിപ്പിക്കുന്നവർക്ക് ചില ഹിഡൻ അജണ്ടയുണ്ട്. അത് പ്രചരിപ്പിക്കുന്നവർക്ക് ചില ഹിഡൻ അജണ്ടയുണ്ട്. കാരണം അവര് ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പയറ്റിയ വർഗീയ രാഷ്ട്രീയത്തിന്റെ വിഷബീജങ്ങൾ കേരളത്തിൽ പാകാൻ ശ്രമിക്കുകയാണ്. കേരളത്തിൽ ഇന്നുവരെ വർഗീയ വിഷബീജങ്ങൾ പാകാൻ അവർക്ക് സാധിച്ചിട്ടില്ല. കേരളത്തിലെ ഭൂരിപക്ഷ സമുദായത്തെ ഇവിടുത്തെ ന്യൂനപക്ഷത്തിനെതിരായി നിർത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. അവർ ജനാധിപത്യ രീതിയിലൂടെ നമ്മളെ തെരഞ്ഞെടുക്കപ്പെട്ടു. അവർക്ക് ഇവിടുത്തെ ഒരു മുസ്ലിം ഒരു മന്ത്രിയാകുന്നുവെങ്കിൽ കേരളത്തിലൊരു ഹൈന്ദവ സഹോദരൻ അതൊരു വിയോജിപ്പായി കാണുന്നില്ല. കേരളത്തിൽ ഏത് സമുദായക്കാരൻ മുഖ്യമന്ത്രിയാകട്ടെ, ഭരണാധികാരിയാകട്ടെ, അവിടുത്തെ മുസ്ലിം സമുദായം ഒരിക്കലും അത് ഒരു എതിർപ്പായി കാണുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? അവർക്കിടയിൽ ഒരിക്കലും വർഗീയതയുടെ വിഷബീജങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പോ തങ്ങൾക്ക് ജനാധിപത്യ രാഷ്ട്രീയ പ്രക്രിയ കൃത്യമായി നടക്കുന്ന ഒരു മണ്ണിൽ മതേതര കക്ഷികൾ തമ്മിൽ ശക്തമായ ഒരു ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു നാട്ടിൽ ഇനി ഞങ്ങൾക്ക് അധികാരം ഉറപ്പിക്കണമെങ്കിൽ അതിനുള്ള എളുപ്പമാർഗം വർഗീയതയുടെ വിഷബീജങ്ങൾ വിതറുകയാണ്. അതിന് ഏറ്റവും നല്ല മാർഗം ഇവിടുത്തെ മറ്റ് മതങ്ങൾ അർഹതയില്ലാതെ എന്തൊക്കെയോ നേടുന്നു എന്ന് പ്രചരിപ്പിക്കുകയാണ് എന്ന് കരുതുന്ന, അത് പ്രചരിപ്പിക്കുകയും അതുവഴി ലാഭം കൊയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ചില ആളുകളുണ്ട്. അവരാഗ്രഹിക്കുന്നത് ചില ദുശ്ചിന്തകളാണ്. കാരണം സമൂഹത്തിനിടയിൽ ഇത്തരം ചെറിയ വിഷബീജങ്ങൾ കൊണ്ടുവന്ന് അതിനെ വളർത്താൻ ശ്രമിക്കുക. പക്ഷെ കേരളീയ സമൂഹം അത് മുഖവിലക്കെടുത്തിട്ടില്ല. സാമുദായിക ധ്രുവീകരണം കേരളത്തിൽ നടക്കുന്നു എന്ന് ചില ആളുകൾ പുരപ്പുറത്തുകാരെ നിരന്തരമായി പ്രസംഗിക്കുന്നുണ്ടെങ്കിലും കേരളത്തിലെ പ്രബുദ്ധമായ ജനത അത് ഉൾക്കൊണ്ടിട്ടില്ല. ആ ഉയരത്തിലേക്ക് വളരാൻ നമുക്ക് സാധ്യമാകണമെന്നതാണ് സമകാല കേരളത്തിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഏറ്റവും വലിയ വിഷയം. അങ്ങനെ സാമുദായിക ധ്രുവീകതയുടെ പാതയിലേക്ക് കേരളം പോയിട്ടില്ല. പോകാതിരിക്കാനുള്ള വഴി തേടാൻ നമുക്ക് സാധിക്കണം. സാമൂഹ്യ പിന്നോക്കാവസ്ഥയുള്ളവരെ കൈപിടിച്ചുയർത്തി മറ്റുള്ളവരോടൊപ്പം കൊണ്ടുവന്ന് ആരോഗ്യമുള്ള ഒരു ജനതയായി ഈ നാട്ടിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രതിജ്ഞ നമുക്ക് പുതുക്കണം. അതിന് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. ഈ സെമിനാറിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച ബഹുമാനായ അബ്ദുറഹ്മാൻ അണ്ടത്താണി MLA അവർക്ക് ഈ സമ്മേളനത്തിന്റെ പേരിൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുകയാണ്. തുടർന്ന് മോഡറേറ്റർ സംസാരിക്കും. അതിനായി അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. ഒരു പ്രധാന അറിയിപ്പ്, ഡ്യൂട്ടിയിലില്ലാത്ത മുഴുവൻ വളണ്ടിയർമാരും എത്രയും പെട്ടെന്ന് ICC മെസ്സേജ് ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേരണം എന്നറിയിക്കുന്നു. മറ്റൊരറിയിപ്പ്, നൗഷാദ് കാക്കവയെ വളരെ അടിയന്തരമായി സ്റ്റേജിന്റെ പിൻവശത്ത് എത്തിച്ചേരേണ്ടതാണ്. ഒരു സമുദായം എന്ന നിലയിൽ മുസ്ലിം സമുദായം അനർഹമായ പലതും നേടിയെടുക്കുന്നു എന്ന ഒരു പ്രചാരണത്തിന്റെ പേരിൽ വിവിധ ജാതികളെ ഒരു പോളറൈസേഷന് വിധേയമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അജണ്ടകളെ കുറിച്ച് വളരെ വിശദമായ ഒരു സെമിനാറാണ് ഇവിടെ നടന്നത്. ഈ വിഷയത്തിന്റെ ഹൃദയം തൊട്ടറിഞ്ഞ്
പങ്കെടുത്ത എല്ലാ പ്രഭാഷകരും സംസാരിച്ചു. ഇതൊരു ഫോബിയയാണ്. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് അൽ ബാറക്ക എന്ന ഇസ്ലാമിക ബാങ്കിനെ കുറിച്ചുണ്ടായ ഫോബിയ പോലെ ഒരു ഇസ്ലാമിക പലിശരഹിത സംവിധാനം ഇവിടെ വരുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും ഒരുപാട് ഗുണകരമായിരുന്നു. പക്ഷെ പേരിലെ ഇസ്ലാം പലരെയും ഭയപ്പെടുത്തി. ഇതൊരു ഫോബിയയാണ്. ഇത് കേരളീയ സമൂഹം തിരിച്ചറിയും. ഇതിനു മുമ്പ് പലതും നേരത്തെ നമ്മുടെ വ്യവസായ മന്ത്രി ഇവിടെ പറഞ്ഞതുപോലെ വായുവിലേക്ക് വന്ന പെട്ടെന്ന് ചത്തുപോകുന്ന ബാക്ടീരിയകളെ പോലെ ഇതും അവസാനിക്കും. ISM അതിന്റെ പങ്ക് ഇവിടെ നിർവഹിക്കുകയാണ്. ഈ വിഷയം സംസാരിച്ച് വളരെ സരസമായി ശ്രീ രാമഭദ്രൻ സംസാരിച്ചു. അതുപോലെ NSSന്റെ പ്രതിനിധി സംസാരിച്ചു. എല്ലാവരും തന്നെ ഒരു കാര്യത്തിൽ യോജിച്ചു നിൽക്കുന്നു. നമുക്ക് മുന്നോട്ട് പോകാൻ സഹജീവനത്തിന്റെ മാർഗമാണ് മുന്നിലുള്ളത്. ആ മാർഗത്തിലൂടെ ഐക്യത്തോടെ ഒരു ജനത എന്ന നിലയിൽ ഇവിടുത്തെ ജനാധിപത്യ സംവിധാനത്തിന്റെ മികവ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഭരണഘടന അനുശാസിക്കുന്ന നേരത്തെ ഞാൻ വിശദീകരിച്ച സെക്ഷൻ 16, 17 ആർട്ടിക്കിളുകളുടെ അനുച്ഛേദങ്ങളിലൂടെ നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള ഈ അധികാരങ്ങളും അവകാശങ്ങളും ഉപയോഗപ്പെടുത്തി അത് സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ നമുക്ക് സർവശക്തൻ പ്രാപ്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ഈ സെഷനിൽ നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ലൗഷാദ് കുറ്റിയാടിയെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന അഭിനന്ദരായ സഹോദരന്മാരെ, സഹോദരികളെ, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സമ്മേളന ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കൂടി തുന്നിച്ചേർത്തുകൊണ്ട് ഈ സെമിനാർ ഇവിടെ പൂർത്തിയാവുകയാണ്. ഇവിടെ നടന്ന ഹൃദയം തുറന്ന ചർച്ചകളും അഭിപ്രായങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല, അവസാനിക്കരുത്. ഇത്തരം ചർച്ചകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന അഭിപ്രായങ്ങൾ സാമുദായിക ധ്രുവീകരണത്തിനും വർഗീയതയ്ക്കും അതുപോലുള്ള സങ്കുചിത വീക്ഷണങ്ങൾക്കും പ്രതിരോധം തീർക്കുന്നതായിരിക്കണം. അത്തരം പ്രതിരോധം തീർക്കുന്ന പ്രബുദ്ധ കേരളം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ISMന്റെ പ്രാർത്ഥനയും പ്രതീക്ഷയും ആഗ്രഹവുമാണ്. ഞാനെന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. പ്രൗഢമായ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ നഗരകാര്യ ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി മഞ്ഞളാംകുഴി അലി അവർക്ക് സംഘാടക സമിതിയുടെ ISMന്റെ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ചടങ്ങിനെ ധന്യമാക്കി സംസാരിച്ച് കടന്നുപോയ മുഖ്യാതിഥി ബഹുമാന്യനായ വ്യവസായ IT വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി സാഹിബിന് സംഘാടക സമിതിയുടെ ISMന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഈ വിഷയം സമഗ്രമായി അവതരിപ്പിച്ച സഹോദരൻ ആസിഫ് അലി കണ്ണൂരിന് നന്ദി അറിയിക്കുന്നു. ഈ സെമിനാറിൽ വളരെ ഹൃദയം തുറന്ന് സംസാരിച്ച, ചർച്ചയിൽ പങ്കെടുത്ത ബഹുമാന്യനായ MLA അബ്ദുറഹ്മാൻ രണ്ടത്താണി, NSSനെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുത്ത കളത്തിൽ കൃഷ്ണൻകുട്ടി, SNDPയെ പ്രതിനിധീകരിച്ച് സംസാരിച്ച
അനുരാഗ് കൊല്ലങ്കോട്, സോളിഡാരിറ്റിയുടെ പ്രതിനിധിയായി സംസാരിച്ച മുഹമ്മദ് വേളം, KDF-നെ പ്രതിനിധീകരിച്ച് സംസാരിച്ച TP രാമഭദ്രൻ തുടങ്ങിയ എല്ലാവർക്കും സംഘാടക സമിതിയുടെ അഗൈതകമായ നന്ദി അറിയിക്കുകയാണ്. ഇവിടെ നമ്മുടെ പ്രവർത്തകൻ ഫെബിൻ യൂസഫ്, മന്ത്രിയിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങിയ ഫെബിൻ യൂസഫിനോടുള്ള നന്ദി, ഈ ചടങ്ങിൽ സംബന്ധിച്ചതിനുള്ള നന്ദി സംഘാടക സമിതിക്ക് വേണ്ടി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ ചടങ്ങിൽ മുഖഭാഷണം നടത്തിയിട്ടുള്ള UP യഹ്യ ഖാൻ, ഈ ചടങ്ങ് നിയന്ത്രിച്ച മോഡറേറ്റർ KP ഖാലിദ്, പ്രസീഡിയം അലങ്കരിച്ച ബഹുമാന്യരായ നമ്മുടെ നേതാക്കന്മാർ മഹ്മൂദ് നഹ പരപ്പനങ്ങാടി, GP കുഞ്ഞാലിക്കുട്ടി ഖത്തർ, യാസ്മിൻ തിരുവനന്തപുരം, അബ്ദുസ്സലാം മാസ്റ്റർ അരീക്കോട്, എഞ്ചിനീയർ യൂസുഫ് ദമാം, PA ഹുസൈൻ ഫുജൈറ, VKC അബ്ദുൽ ഹമീദ്, അഷ്റഫ് മമ്പറം, അബ്ദുൽ അസീസ് മേപ്പയ്യൂർ തുടങ്ങിയ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിലുള്ള ഈ പ്രസീഡിയം അലങ്കരിച്ച ബഹുമാന്യരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഈ സെഷൻ ഇവിടെ പൂർത്തിയായതായി അടുത്ത സെഷന് വേണ്ടി ഈ വേദി ഒഴിഞ്ഞുകൊടുത്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പ്രപഞ്ചനാഥനായിട്ടുള്ള തമ്പുരാൻ നമ്മുടെ ഈ സൽക്കർമ്മത്തെ നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. സെമിനാറിൽ നന്ദി അർപ്പിച്ച നൗഷാദ് ഉസ്താദിക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൾ ഇന്ത്യ ഇസ്ലാഹി മൂവ്മെന്റ് 2013 ഏപ്രിൽ മാസത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ഓൾ ഇന്ത്യ മൈനോറിറ്റി എഡ്യൂക്കേഷണൽ കോൺഫറൻസിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള പ്രതിനിധികൾ എത്രയും പെട്ടെന്ന് അവരുടെ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കണമെന്ന് അറിയിക്കുകയാണ്. സമ്മേളന നഗരിയിലെ CIER കൗണ്ടറിൽ പ്രതിനിധികൾക്ക് പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഓൾ ഇന്ത്യ മൈനോറിറ്റി എഡ്യൂക്കേഷൻ കോൺഫറൻസിൽ കുടുംബസമേതം പങ്കെടുക്കാവുന്നതാണ് എന്നുകൂടി സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. മറ്റൊരറിയിപ്പ്, കേരള യുവജന സമ്മേളനത്തിന്റെ ആരംഭ ദിവസത്തിൽ ആരംഭിച്ച ജുമാ ഖുതുബ ഉൾപ്പെടെ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി നടന്ന സമ്മേളനത്തിന്റെ മുഴുവൻ സെഷനിലുള്ള സീഡികളും യുവതാ സ്റ്റാളിൽ ലഭ്യമാണ്. ഇന്ന് സമ്മേളനത്തിന് എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ പ്രതിനിധികളും സീഡികൾ കൈപ്പറ്റണമെന്ന് വിനയപരിസരം അറിയിക്കുകയാണ്. മറ്റൊരറിയിപ്പ്, എറണാകുളത്ത് ജോലി, ബിസിനസ്, പഠനവുമായി ബന്ധപ്പെട്ട് താമസിക്കുന്ന കേരളത്തിന്റെ മറ്റു പ്രദേശങ്ങളിൽ നിന്നും വന്നിട്ടുള്ള പ്രസ്ഥാന ബന്ധുക്കളുടെ പൊതുവേദിയായ ഫോറം ഫോർ ഇസ്ലാമി ബ്രദേഴ്സ് FIB-യുടെ കൺവെൻഷൻ ഏതാനും നിമിഷങ്ങൾക്കകം ICC ഓഡിറ്റോറിയത്തിൽ ആരംഭിക്കുന്നു. ബന്ധപ്പെട്ട ആളുകൾ കൃത്യസമയത്ത് ICC ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു. അതുപോലെ മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് ഈ സമ്മേളന നഗരിയിൽ തയ്യാറാക്കിയ പ്രത്യേക സ്റ്റാളിൽ കേരളത്തിന് അകത്തും പുറത്തുമുള്ള പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷൻ അവിടെ നടക്കുന്നുണ്ട്. ആ സ്റ്റാളുകളിൽ പ്രൊഫഷണൽ കോളേജുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെന്ന് അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, പ്രോഗ്രാമിൽ കാണിച്ചതിനേക്കാൾ സമയം നേരത്തെയാക്കിക്കൊണ്ട് ഈ സമ്മേളനത്തിന്റെ സമാപന സമ്മേളനം ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ സമാരംഭം കുറിക്കുകയാണ്. സമ്മേളന നഗരിയിൽ പന്തലിന്റെ മുൻവശത്ത് ധാരാളം ആളുകൾക്കുള്ള ഇരിപ്പിടം ഒഴിഞ്ഞുകിടക്കുകയാണ്. ഇനി സമാപന സമ്മേളനത്തിലേക്ക് ഈ സമ്മേളനം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തും പന്തലിന്റെ ഇരുഭാഗങ്ങളിലുമായി നിൽക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാർ ഈ പന്തലിൽ അതിന്റെ മുൻവശത്തും മറ്റു സ്ഥലങ്ങളിലും ഒഴിഞ്ഞുകിടക്കുന്ന പ്രദേശങ്ങളിൽ ഇരുന്നുകൊണ്ട്
ഈ സമ്മേളനത്തിന്റെ സമാപന സമ്മേളനം ഭംഗിയായി സമാരംഭിക്കുന്നതിനു വേണ്ടി എല്ലാ സുഹൃത്തുക്കളുടെയും സഹോദരങ്ങളുടെയും പ്രിയപ്പെട്ട പ്രവർത്തകരുടെയും നിസ്സീമമായ സഹകരണം ആവശ്യപ്പെടുകയാണ്. മെഡിക്കൽ എയ്ഡ് സെന്ററിന്റെ പുതിയ സംരംഭമായ കെയർ ഹോമിന്റെ പ്രവർത്തന പദ്ധതികൾ വിശദീകരിക്കുന്ന ചാർട്ട്, മഹല്ല് പള്ളികൾക്കുള്ള ചാർട്ട് സ്റ്റാളുകളിൽ ലഭ്യമാണ്. അത് സ്വന്തമാക്കാൻ ഓരോ മഹല്ല് പ്രതിനിധിയും ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുന്നു. മെഡിക്കൽ എയ്ഡ് സെന്ററിന്റെ പുതിയ സംരംഭമായിട്ടുള്ള കെയർ ഹോം കിഡ്നി ക്യാൻസർ രോഗികൾക്ക് താമസിച്ച് ചികിത്സ നടത്താൻ മെഡിക്കൽ കോളേജ് പരിസരത്ത് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ബഹുനില കെട്ടിടത്തിന്റെ നിർമ്മാണത്തിനാവശ്യമായ പ്രവർത്തന ഫണ്ടിലേക്ക് ഉദാരമായി സഹായിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഓരോ സംഘടനാ പ്രവർത്തകനും നിർബന്ധമായും വായിച്ചിരിക്കേണ്ട അമൂല്യ ഗ്രന്ഥങ്ങൾ മുജാഹിദ് പ്രസ്ഥാനം, ഭിന്നതയും യാഥാർത്ഥ്യവും, സംഘാടനം, ഇസ്ലാമിക നിലപാടും സ്റ്റാളുകളിൽ കുറഞ്ഞ വിലയിൽ ലഭ്യമാണ്. സ്വന്തമാക്കാൻ ഓരോ സമ്മേളന പ്രതിനിധിയും ശ്രദ്ധിക്കുക. വർത്തമാന ദിനപത്രം. ഈ സമ്മേളന നഗരിയിൽ വാർഷിക വരിക്കാരാവുന്നവർക്ക് ഡിസ്കൗണ്ടോടുകൂടി പ്രത്യേക സ്കീം പദ്ധതിയിൽ അംഗമാകാൻ അസുലഭ അവസരം. വർത്തമാന വാർഷിക പതിപ്പുകൾ, മനോഹരമായ കലണ്ടറും സ്റ്റാളിൽ ലഭ്യമാണ്. സന്ദർശിക്കുക. ഐഎസ്എമ്മിന്റെ ഐതിഹാസികമായ കേരള യുവജന സമ്മേളനം അതിന്റെ സമാപനത്തിൽ എത്തി നിൽക്കുകയാണ്. സദസ്സിന്റെ ഇരുവശങ്ങളിലായി തിരിച്ചുകൂടിയിട്ടുള്ള ആയിരക്കണക്കിന് പ്രതിനിധികൾ സദസ്സിലേക്ക് കയറിയിരുന്ന് മുൻപോട്ട് കൂടുതൽ കയറിയിരുന്ന് സദസ്സ് ധന്യമാക്കണമെന്ന് അറിയിക്കുകയാണ്. മറ്റൊരറിയിപ്പ്, KJU, KNM, ISM, MSM സംസ്ഥാന ഭാരവാഹികൾ എത്രയും പെട്ടെന്ന് വേദിക്ക് പിറകുവശം എത്തിച്ചേരണമെന്ന് ISM സംസ്ഥാന ജനറൽ സെക്രട്ടറി അറിയിച്ചിരിക്കുന്നു. ഇത്തിഹാദ് ശുബ്ബായിൽ മുജാഹിദീൻ ISMന്റെ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഭാരവാഹികൾ സ്റ്റേജിന്റെ പിന്നിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ISMന് വേണ്ടി പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള മുഴുവൻ ഭാരവാഹികളും എത്രയും പെട്ടെന്ന് സ്റ്റേജിന്റെ പിൻവശത്ത് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്.